വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച മലയൻകീഴ് സ്വദേശി അമൽ ബാബുവിന്റെ ഹൃദയം ഇനി മറ്റൊരാളിൽ മിടിക്കും. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം പൊന്നാനി സ്വദേശിയായ 33-കാരനിലാണ് ഹൃദയമിടിക്കുക. മലയൻകീഴ് തച്ചോട്ടുകാവ് സ്വദേശി അമൽ ബാബുവിന്റെ ഹൃദയമുൾപ്പെടെ 4 അവയവങ്ങളാണ് ദാനം ചെയ്തത്. ഹൃദയം, കരൾ, 2 വൃക്കകൾ എന്നിവയാണ് ദാനം ചെയ്തത്. ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെയും രോഗികൾക്കാണ് നൽകിയത്. തീവ്ര ദുഃഖത്തിലും അവയവദാനം ചെയ്യാൻ സന്നദ്ധരായ ബന്ധുക്കളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. ഈഞ്ചക്കലിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന അമൽ ഒക്ടോബർ 12 രാത്രി 9 അപകടത്തിൽപ്പെട്ടത്. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുണ്ടമൻ കടവിന് സമീപം അമൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിർവശത്തുനിന്ന് വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അമലിനെ ഉടൻ തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. ഒക്ടോബർ 15 മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു. പള്ളിമുക്കിന് സമീപത്ത് വെച്ച് ഒരു കാറുമായിട്ട് വന്ന തച്ചോട്ടാവ് ആര്യ ഭവനിലെ ശ്രീ ബാബുവിൻ്റെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരാണ്. സർക്കാർ തലത്തിലൊക്കെ വളരെ ആദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ്. പുള്ളിയുടെ 25 വയസ്സായ മകൻ അമൽ ബാബുവാണ്. അപകടത്തിൽ അന്ന് കിംസ് ഹോസ്പിറ്റലിലായിരുന്നു. ഈ 2 ദിവസം കൊണ്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് വെന്റിലേറ്ററായിട്ട് ഇന്നലെ മരണമടഞ്ഞു. പക്ഷേ അച്ഛൻ്റെയും ആ സർക്കാരിൽ ജോലി ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സർവീസിലുണ്ടായിരുന്ന ജനങ്ങളോടുള്ള പ്രതിബദ്ധത പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെട്ടപ്പോഴും ഇവിടുത്തെ ഡോക്ടർമാരുടെയൊക്കെ അഭ്യർത്ഥന പ്രകാരം നിർദ്ദേശപ്രകാരവും അദ്ദേഹത്തെ മകൻ്റെ 5 അവയവങ്ങൾ മറ്റ് 5 പേരിലേക്ക് അവയവദാനം ചെയ്തുകൊണ്ട് എൻ്റെ മകൻ സമൂഹത്തിൽ ആരുടെയെങ്കിലും ഭാഗമായിട്ടുള്ള ജീവനോടെ കാണും എന്ന പ്രതീക്ഷയിൽ അവയവദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അച്ഛൻ ബാബു റിട്ടയർഡ് SI ആണ്. അമ്മ ഷിംല, സഹോദരി ആര്യ എന്നിവരാണ് അമലിന്റെ കുടുംബാംഗങ്ങൾ.